ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് എന്റെ ചാനലടെ. ഇനി മുതൽ ഞങ്ങൾ രണ്ടുപേരോടായിരിക്കും ഈ ചാനലിൽ വീഡിയോ ഇടുന്നത്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ തുടർന്ന് കാണുവാനായി ആ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിനുശേഷം ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടിച്ചു പൊടിച്ചേക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. ഇനി മുതൽ ചാനലിൻ്റെ നെയിം ടിൻസ് ബ്രദേഴ്സ് എന്നായിരിക്കും. ചാനലിൻ്റെ പേര് ടിൻസ് ബ്രദേഴ്സ് എന്നായിരിക്കും. വീട്ടിൽ ഇപ്പോൾ വാഹനങ്ങളുടെ ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻഷുറൻസ് വരെ അറിയാം. ഇപ്പോൾ മറ്റൊരു വണ്ടിയുടെ ഒരു നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് തികച്ചും NVIDIAയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തു നോക്കാം. RC ഡാഷ്ബോർഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തുടർന്ന് വരുന്നത് ഏത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണോ എടുക്കേണ്ടത് ആ ഒരു വാഹനത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തായി കാണുന്ന സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽസാണ് അവിടെ കിട്ടിയെന്ന് നോക്കാം. ഓണർ നെയിം, രജിസ്ട്രേഷൻ അതോറിറ്റി, വെഹിക്കിൾ ക്ലാസ്, RC സ്റ്റാറ്റസ്, ഫ്യൂൽ ടൈപ്പ്, വെഹിക്കിൾ ഏജ്, രജിസ്ട്രേഷൻ ഡേറ്റ്, ഇൻഷുറൻസ് വാലിഡ് അപ് ടു, PUCC വാലിഡ് അപ് ടു, ഫിറ്റ്നസ് വാലിഡ് അപ് ടു, ടാക്സ് വാലിഡ് അപ് ടു. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ വീച്ചല്ല എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും പിഴകൾ അതായത് പെറ്റി വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അടുത്തായി മുകളിലായിട്ട് കാണുന്ന വേറൊരു ഓപ്ഷൻസാണ് DL ഡാഷ്ബോർഡ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്തായി കാണുന്ന സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു അലർട്ട് പോപ്പപ്പ് ആയിട്ട് വരുന്നതാണ്. ഇതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനനത്തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ക്ലിക്ക് ചെയ്യുക. ആ ഒരു റിസൾട്ട് ലഭിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫോട്ടോയും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നെയിം, രജിസ്ട്രേഷൻ അതോറിറ്റി, വെഹിക്കിൾ ക്ലാസ്, ഇഷ്യൂസ് ഡേറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിസൾട്ടിൽ ലഭിച്ചത്.